ശ്രീ ഹാഷിം അരിയിലേക്ക് പോവുകയാണ്. ശ്രീ ഹാഷിം അരിയിൽ രണ്ട് മാധ്യമപ്രവർത്തകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. RVS മണിയെ കണ്ടതിന് ശേഷമുള്ള മണിയെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഈ പാക് ഭീകര ശൃംഖലയുമായി മലപ്പുറത്ത് നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിക്ക് ബന്ധം എന്ന് പറഞ്ഞപ്പോൾ അത് അഹമ്മദ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അഹമ്മദിനെ കുറിച്ച് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ മാറാട് കലാപവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് അഹമ്മദിന്റെ പേര് കേട്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ വലിയ ഞെട്ടലൊന്നും ഉണ്ടായി കാണില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വാർത്തയെ കാണുന്നത്? ഏറ്റവും വലിയ പച്ചക്കള്ളമായിട്ട് ഞാൻ ഈ വാർത്തയെ കാണുകയാണ്. പിന്നെ ലീഗ് പ്രതിനിധി ഇതിൽ പങ്കെടുത്ത് നിലപാട് വ്യക്തമാക്കണമെന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നത്. കാരണം അഹമ്മദ് സാഹിബ് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പോടുകൂടെ തന്നെ ഞാൻ പറയുന്നത്, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇത്തരം ഒരു പ്രചരണം വർഷങ്ങൾക്ക് ശേഷം വരുന്നത് തീർച്ചയായും ഒരു ദേശീയപുത്രനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്, വ്യാജ പ്രചരണമാണെന്ന് ആമുഖമായിട്ട് ഞാൻ പറയാം. അദ്ദേഹം മലപ്പുറം MLA ആണെങ്കിലും കണ്ണൂരുകാരനാണ്. കണ്ണൂര് ജനിച്ച് നമ്മളൊക്കെ എല്ലാ നിലക്കും കണ്ടും തൊട്ടറിഞ്ഞും ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ ഇത്തരത്തിലുള്ള ഒരു ദേശദ്രോഹ ചാപ്പേടിക്കാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, അത് വലിയ അബദ്ധമാണ്. നാളെ ആരെക്കുറിച്ചും ഇത് പറയാമെന്നുള്ളത് ഈ രാജ്യത്ത് ചില ഭരണകൂടത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് കരുതിയിട്ട് ചില മുൻ ഉദ്യോഗസ്ഥന്മാർ ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കുക. ആരാണ് അഹമ്മദ് സാഹിബ്? വാജ്പേയി പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലും ഇന്ത്യയുടെ നയതന്ത്രങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് അയക്കപ്പെട്ട വ്യക്തിത്വം അദ്ദേഹം. പാർലമെന്റ് സമിതിയുടെ അംഗമായിട്ട് വർഷങ്ങളോളം അദ്ദേഹമാണ് വിദേശ രാജ്യത്ത് ഇന്ത്യയുടെ സമ്മേളനങ്ങൾ പങ്കെടുത്തിരുന്നത്, പാർലമെന്റിനെ പ്രതികരിച്ചുകൊണ്ട്. എത്ര പ്രാവശ്യം വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹം പോയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ കൃഷ്ണമേനു ശേഷം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ കുറിച്ച് പറയാൻ പോയ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് ജനം TV മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഇതൊക്കെ വിശ്വസിക്കുക? ആരാണ് എടുത്ത് പറയുക? പിന്നെ പറയുന്നത്, അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനും നോട്ടുണ്ട്. ഈ പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ജി നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നോട്ടുണ്ട്, അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളുടെ തലപ്പത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം വന്ന് പുസ്തകം എഴുതുന്നു. പുറത്തെഴുതിയപ്പോൾ അദ്ദേഹം പോയിട്ട് ഇതുപോലെയുള്ള ചാനലുകളിൽ ഇരുന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തു പറയുന്ന ചാനലുകൾ വന്നിരുന്നു കൊണ്ട് ഇതൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായതാണ്. അത് മാത്രമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒന്ന്, മുംബൈ ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു അവിഹിതമായ വലിയ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം വഹിക്കുന്ന പത്മശ്രീ പോലും ആ നിലക്ക് സംശയിക്കപ്പെടേണ്ടതുണ്ട്, ഒരു കോംപ്ലിമെന്റ് ആയിട്ട് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അതിന്റെ പേരിലാണ് ഇദ്ദേഹം വ്യാജ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഈ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ഈ മുംബൈയിലില്ല, അയാൾ പുറത്താണുള്ളത്. സംഭവം നടക്കുന്നതിന് പുറത്ത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി അയക്കപ്പെട്ട വ്യക്തി അവിടെ വഴിക്കിട്ടുകൊണ്ടാണ് തിരിച്ച് വീണ്ടും കോൺസുലേറ്റിലേക്ക് വന്നിരിക്കുന്നത്. എന്താ വരാൻ കാരണം? ഇതൊക്കെ ആയിട്ട് അദ്ദേഹത്തിനുള്ള പരിചയം എന്താണ്, അദ്ദേഹത്തിനുള്ള അറിവ് എന്താണ്, അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ്? ഇതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. പക്ഷേ BJP ഭരിക്കുന്ന ഒരു ഇന്ത്യ രാജ്യത്ത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് കൊള്ളൂത്ത് നടത്തുന്ന, അവരെ വെള്ളപൂശാൻ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമ നടപടിയും അയാൾക്കെതിരെ ഉണ്ടാവില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കാവ്യ ഭീകരത. മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് ആരാണ് കാവ്യ ഭീകരത എന്ന് പറഞ്ഞിട്ടുള്ളത്? മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ചല്ല കാവ്യ ഭീകരത എന്ന് ആദ്യം പറയപ്പെട്ടത്. അത് മാലേഗാവ് സ്ഫോടനത്തെ കുറിച്ചാണ്. ആ സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട ആളുകള് കാവ്യ ഭീകരത ഹാഷിമരിയിൽ മുംബൈ ഭീകരാക്രമണത്തെ പോലും കാവ്യ ഭീകരതയുടെ നിറം കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതിനു മുൻപ് മാലേഗാവിലും സംഝോതയിലും ഒക്കെ ഈ കാവ്യ ഭീകരത നടക്കുന്നു എന്ന് പറഞ്ഞ് അത് ഔദ്യോഗിക രേഖകളിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചവരാണ് അന്നത്തെ UPA സർക്കാർ. 2008 മാഡം ഈ സംഭവം നടക്കുന്നത്. 2008 ശേഷം 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഈ കേസ് അന്വേഷിച്ചതും കുറ്റവാളികളെ കൊണ്ടുവന്നതും 2012 അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഭീകര സംഘത്തിന്റെ തലവനുണ്ടല്ലോ, എന്താ അദ്ദേഹത്തിന്റെ പേര്, സയ്യിദ്
ഞാൻ ഹേമന്ത് അദ്ദേഹത്തിന്റെ കർക്കറെ പേര് പറഞ്ഞത്. ഹേമന്ത് കർക്കറെ. അല്ല, ഹേമന്ത് കർക്കർ അല്ല. ഈ ഭീകര ടീം, പാകിസ്ഥാന്റെ ഈ സംഘത്തിന്റെ തലവൻ, അദ്ദേഹത്തെ പിന്നെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ഡോളർ അദ്ദേഹത്തിന്റെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ ഗവൺമെന്റ്. ആ തലത്തിലേക്ക് ആഗോള ഭീകരവാദിയായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ്. അന്നും ഇന്ത്യ മൻമോഹൻ സിംഗ് ആണ് നേതൃത്വം നൽകിയത്, UPA ഗവൺമെന്റാണ് നേതൃത്വം നൽകിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് 2014 മോഡി അധികാരത്തിലേക്ക് വരുന്നത്. വർഷങ്ങൾ കഴിയുമ്പോൾ മറവി ബാധിക്കാൻ പാടില്ല. അന്ന് ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ കഴുത്തിലേക്ക് കുരുക്കുമുറുക്കാൻ പാകത്തിലേക്ക് ഇട്ടുകൊടുത്ത ഗവൺമെന്റ് UPA ഗവൺമെന്റ് ആയിരുന്നു. അതൊക്കെ ചരിത്രപരമായി വിസ്മരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി ശ്രീ ഹാഷിം അരിയിൽ.